പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ വടക്കൻ യൂറേഷ്യയിൽ ഉണ്ടായിരുന്ന വംശനാശം സംഭവിച്ച ജീവിയാണ് വൂളി റൈനോസറസ് എന്ന ശൈത്യമേഖലാ കണ്ടാമൃഗം. യൂറോപ്പിലും ഏഷ്യയിലും കണ്ടെത്തിയിട്ടുള്ള ഗുഹാചിത്രങ്ങളിൽ ഇവയും ഉൾപ്പെട്ടിരുന്നു. ഈ വൂളി റൈനോസറസുകളുടെ ഫോസിലുകളിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും കുറഞ്ഞത് 14,000 വർഷം പഴക്കമുള്ളതാണ്. എന്നാൽ ഇതുവരെയും ഗവേഷകർ അനുമാനിച്ചിരുന്നത് വൂളി റൈനോസറസുകളുടെ വംശനാശത്തിൽ മനുഷ്യർക്ക് പങ്കില്ല എന്നായിരുന്നു. പക്ഷേ പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം വൂളി റൈനോസറസുകളുടെ നാശത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരുന്നു. വൂളി റൈനോസറസുകളുടെ ഫോസിലുകൾ പലതും കണ്ടെത്തിയിട്ടുള്ളത് പെർമാഫ്രോസ്റ്റിൽ നിന്നുമാണ്. നീണ്ടതും കട്ടിയുള്ളതുമായ രോമങ്ങളാൽ മൂടപ്പെട്ടിരുന്ന ഇവയുടെ ശരീരപ്രകൃതി അതികഠിനമായ ശൈത്യത്തെ പ്രതിരോധിക്കുവാൻ സഹായിച്ചു. പ്രധാനമായും പുൽത്തകിടിയിൽ വളരുന്ന സസ്യങ്ങളെയാണ് ഇവ ഭക്ഷണമാക്കിയത്. എന്നാൽ ഇവയുടെ വംശനാശത്തിന്റെ കാരണം വ്യക്തമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അഡ്ലൈഡ് സർവകലാശാലയിലെയും കോപ്പൻഹേഗൻ സർവകലാശാലയിലെയും ഗവേഷകർ ഈ നിഗൂഢത വിശകലനം ചെയ്യാനും പരിഹരിക്കാനും കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ചു. തുടർന്ന് മനുഷ്യന്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് വേട്ടയാടൽ, ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് വൂളി റൈനോസറസുകളുടെ വംശനാശത്തിലേക്ക് നയിച്ചിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. കമ്പ്യൂട്ടർ മോഡലുകൾ, ഫോസിലുകൾ, പുരാതന DNA എന്നിവ ഉപയോഗിച്ച് മുൻപ് സാധ്യമല്ലെന്ന് കരുതിയിരുന്ന യുറേഷ്യയിലുടനീളമുള്ള വൂളി റൈനോസറസുകളുടെ 52,000 വർഷത്തെ ചരിത്രം ഞങ്ങൾ കണ്ടെത്തി. സർവകലാശാലയിലെ പ്രധാന രചയിതാവ് അസോസിയേറ്റ് പ്രൊഫസർ ഡാമിയൻ ഫോർഡം പറഞ്ഞു. 30,000 വർഷങ്ങൾക്ക് മുൻപ് താഴ്ന്ന താപനിലയും മനുഷ്യരുടെ നിരന്തരമായ വേട്ടയാടലും വൂളി റൈനോസറസിന്റെ വ്യാപനം തെക്കോട്ട് ചുരുക്കാൻ കാരണമാക്കി. എന്നാൽ അവസാന ഹിമയുഗ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടതും അതിവേഗം നശിക്കുന്നതുമായ ആവാസ വ്യവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ നയിച്ചു. മഞ്ഞ് ഉരുകുകയും താപനില കൂടുകയും ചെയ്തപ്പോൾ വൂളി റൈനോസറസുകൾക്ക് വടക്കൻ യൂറേഷ്യയിൽ ആവാസ വ്യവസ്ഥയോട് പൊരുത്തപ്പെടാനോ കൂട്ടമായി ജീവിക്കാനോ കഴിയാതെ വന്നു. ഇത് അതിജീവനം അസ്ഥിരമാക്കുകയും പൂർണ്ണമായും തകർക്കുകയും ചെയ്തു, പ്രൊഫസർ കൂട്ടിച്ചേർത്തു. അതേസമയം മുൻ ഗവേഷണങ്ങളിൽ വൂളി റൈനോസറസുകളുടെ വംശനാശത്തിൽ മനുഷ്യർക്ക് ഒരു പങ്കുമില്ലെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം ഈ ധാരണ തിരുത്തിയെഴുതുന്നു. മനുഷ്യന്റെ നിരന്തരമായ വേട്ടയാടലുകൾ ഈ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുകയും വംശനാശത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു.